ജ്യോതിപകം ജീവദായകം സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരി സന്തോഷത്തോടു കൂടെ ഈ ഡിവൈൻ വോയിസിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും എല്ലാം നമുക്ക് ഒരുക്കാം. എവിടെയെല്ലാം ഇരുന്നാണ് നമ്മൾ ഈ വചനം ശ്രവിക്കുക, അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി, കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തമായ സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ സമയത്ത് മനസ്സിലൊന്ന് ഓർത്തുകൊണ്ട് തമ്പുരാൻ്റെ വചനം, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മളിൽ കടന്നു വരുവാനായിട്ട് ഈ ഒരു വചന പ്രഘോഷണത്തിലൂടെ കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി സന്തോഷത്തോടു കൂടെ, ഒത്തിരി ദാഹത്തോടു കൂടെ നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ഈ വചനത്തിൽ ശ്രദ്ധിക്കാൻ പോവുക യേശു നാമത്തിൻ്റെ ശക്തി. ഈശോ എന്നുള്ള ആ ഒരു നാമത്തിന് ദൈവം തരുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാമെന്ന് തോന്നുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാൻ പറ്റും, ആ യേശു, ആ ഒരു നാമം, അത് വളരെ കോമൺ ആയിട്ടുള്ള സാധാരണമായിട്ടൊരു നാമമാണ്. യഹൂദരുടെ ഇടയിൽ സാധാരണ കുട്ടികൾക്കിടുന്നൊരു പേരാണ് യേശു എന്നുള്ള നാമം. പക്ഷേ ആ നാമത്തെ ദൈവപിതാവ് അങ്ങോട്ട് ഉയർത്തുകയാണ്, ശ്രേഷ്ഠമായൊരു നാമമാക്കി മാറ്റുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 21-ാം വാക്യത്തിൽ പരിശുദ്ധ മാലാഖ വന്നിട്ട് ഔസേപ്പിതാവിനോട് പറയുന്ന വചനമുണ്ട്, അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അപ്പോൾ ഔസേപ്പിതാവിനോട് മാലാഖ വന്ന് പറയുകയാണ്, നീ ഒന്നും സംശയിക്കൊന്നും വേണ്ട, പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുക, അവിടെ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. യേശു എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു എന്നുള്ള നാമം യഹൂദ മതത്തിൽ സാധാരണമായിരുന്നൊരു നാമം. ആ യേശു നാമത്തെ പിതാവായ ദൈവം സകല നാമങ്ങൾക്കും ഉന്നതമായൊരു നാമമായിട്ട് ഉയർത്തുകയാണ്. കാരണമായിട്ട് ഔസേപ്പിതാവിനോട് പറയുന്ന ഇതാണ്, നീ ആ കുഞ്ഞിന് യേശു എന്ന് പേരിടണം, കാരണം അവൻ സകല മനുഷ്യരെയും പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ യേശു എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം തന്നെ ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയുടെ പ്രതീകമായിട്ടുള്ള പുത്രൻ തമ്പുരാൻ, ദൈവമായിരുന്ന ആ പുത്രൻ തമ്പുരാൻ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ ഭൂമിയിൽ ആ പുത്രൻ തമ്പുരാൻ എടുത്ത നാമം, അത് ദൈവം രക്ഷിക്കുന്നു എന്നർത്ഥമുള്ള യേശു എന്നുള്ള നാമമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നാമം നമ്മൾ എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം രക്ഷ നമ്മൾ അനുഭവിക്കുകയാണ്. ഈ നാമത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്നാമതായിട്ട് ഈ നാമം അത് ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടൊരു നാമമാണ്. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ട, ദൈവം നിശ്ചയിച്ചൊരു നാമമാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ കന്യകയുടെ മുൻപിൽ ഈ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് മാലാഖ മറിയത്തോട് പറയുകയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അതുപോലെ തന്നെ മാലാഖ ഔസേപ്പിതാവിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നീ അവന് യേശു എന്ന് പേരിടണം. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ്, വിവാഹത്തിനൊക്കെ മുമ്പ് തന്നെ ആ വരാനിരിക്കുന്ന പുത്രൻ തമ്പുരാൻ്റെ നാമം ഉന്നതത്തിൽ നിന്ന് ദൈവം നിശ്ചയിച്ച് തന്നൊരു നാമമാണ്. രക്ഷയ്ക്ക് വേണ്ടി, ഈ ലോകത്തിലെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ ആ മനുഷ്യപുത്രന് ഭൂമിയിൽ ഉണ്ടാകേണ്ട നാമം യേശു എന്നുള്ള നാമമാണെന്ന് പിതാവായ ദൈവം നിശ്ചയിച്ചു നൽകി. അതുകൊണ്ട് തന്നെ ആ ഒരു നാമം മനുഷ്യൻ്റെ സൃഷ്ടിയല്ല, പിതാവായ ദൈവം ഉന്നതങ്ങളിൽ നിന്ന് നിശ്ചയിച്ച് നൽകിയ നാമമാണ് യേശു എന്നുള്ള നാമം. അതുകൊണ്ട് തന്നെ ആ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ആ നാമത്തിൽ നമ്മൾ പിതാവായ ദൈവത്തോട് ചോദിക്കുമ്പോൾ അവിടെ സ്വർഗം തുറക്കപ്പെടുകയാണ്. കാരണം അത് ഉന്നതങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമമാണ്. യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ധ്യാന ശുശ്രൂഷയിലേക്ക്, ഈ ഒരു വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, സൃഷ്ടിയുടെ ചരിത്രം, നമ്മൾ രക്ഷാകര ചരിത്രം പഠിക്കുമ്പോൾ ആദ്യത്തെ പാപം ഈ ലോകത്തിൽ കടന്നു വരുന്നത് അത് പറുദീസായിൽ
ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിലേക്കാണ്. അവിടെ ദൈവകൽപ്പന ലംഘിക്കുവാനായിട്ട് തിന്മയുടെ ശക്തി പിശാച് അവരെ ആദ്യ മാതാപിതാക്കളെ പ്രേരിപ്പിച്ച് അവർ പാപം ചെയ്ത് ദൈവകൽപ്പന ലംഘിച്ച് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് ദൈവം നൽകുന്ന വാഗ്ദാനമാണ്. സാത്താനോട് ദൈവം പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. രക്ഷയ്ക്ക് വേണ്ടി, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ ആ ഒരു വാഗ്ദാനമാണത്. സ്ത്രീയിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കും, അവനായിരിക്കും നിന്റെ തല തകർക്കാൻ പോവുക. വീണ്ടും ചരിത്രം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുകയാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ അറിയപ്പെടും. അപ്പോൾ പ്രവാചകൻ പ്രവചിക്കുകയാണ്, ആദിയിലെ ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകൻ ഒരു കന്യകയുടെ മകനായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കും. അവൻ അറിയപ്പെടാൻ പോകുന്ന ഇമ്മാനുവേൽ എന്നാണ്, ദൈവം നമ്മോടുകൂടെ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം തന്നെയാണ് ഈ പുത്രൻ തമ്പുരാൻ. ഇവിടെ ദൈവം നമ്മോടുകൂടെ, അതായിരിക്കും ആ ഒരു പുത്രൻ്റെ അർത്ഥം. ആ ഒരു പുത്രൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അങ്ങനെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞൊരുക്കുകയാണ്, വരാനിരിക്കുന്ന ആ പുത്രൻ തമ്പുരാൻ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന അനുഭവമാണ് ഈ പുത്രൻ തമ്പുരാൻ മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ സംഭവിക്കുക. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ അവിടെ മാതാവിന് മാലാഖ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഈ വരാനിരിക്കുന്ന പുത്രൻ തമ്പുരാൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ ഈ ഭൂമിയിൽ വിളിക്കപ്പെടേണ്ട നാമം, ദൈവം നിശ്ചയിച്ചു തന്നിരിക്കുന്ന നാമം യേശു എന്നാണ്. അതുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ഉന്നതങ്ങളിൽ നിന്ന് നിശ്ചയിച്ച് പ്രവാചകന്മാരിലൂടെ ഒരുക്കി അവസാനം ആ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുന്ന സമയത്ത് ദൈവം തെരഞ്ഞെടുത്ത് നൽകിയ നാമമാണ് യേശു എന്നുള്ള നാമം. ആ നാമത്തിൻ്റെ അഭിഷേകം എപ്പോഴെല്ലാം നമ്മുടെ നാവിൽ ഈശോ അല്ലെങ്കിൽ യേശു എന്നുള്ള നാമം നമ്മൾ ഉച്ചരിക്കുന്നുവോ അപ്പോൾ ആ അഭിഷേകം നമ്മളെല്ലാവരിലും നിറയുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, തൻ്റെ മരണം വരെ സ്വയം താഴ്ത്തിയ ദൈവത്തെ, അനുസരണത്തിൽ പിതാവായ ദൈവത്തിന് പൂർണ്ണമായി സ്വയം താഴ്ന്ന ആ യേശു ക്രിസ്തുവിനെ, ആ പുത്രൻ തമ്പുരാനെ ദൈവം എന്തു ചെയ്തു? ഏറ്റവും മഹനീയമായ നാമത്തിലേക്ക് ഉയർത്തി. ഏറ്റവും മഹനീയമായ നാമം നൽകി അവനെ അനുഗ്രഹിച്ചു. അത് എന്തിനു വേണ്ടിയാണ്? യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ പിതാവായ ദൈവം ആ നാമത്തെ ഏറ്റവും മഹത്തരമായ നാമമായിട്ട് ഉയർത്തി. അതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ളത്, ആകാശത്തുള്ളത്, പാതാളത്തുള്ള സകല മുട്ടുകളും ആ നാമത്തിൻ്റെ മുന്നിൽ മടക്കപ്പെടണം. മുട്ടുകൾ മടക്കപ്പെടണം. പിതാവായ ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അത്രമായ ഉന്നതമായ സ്ഥാനം നൽകി ആ നാമത്തെ, യേശു എന്നുള്ള നാമത്തെ പിതാവായ ദൈവം അനുഗ്രഹിച്ചു. ഇനി ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് യേശു വ്യക്തമായിട്ട് പറയുകയാണ്,
എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്ത് ചോദിച്ചാലും പിതാവ് അത് തന്നിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുക. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു താക്കോലായിട്ട് യേശു പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിച്ചു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിച്ചാൽ പിതാവായ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ പിതാവിങ്കിലേക്ക് നമുക്ക് എളുപ്പത്തിലെത്തുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന നാമമാണ് യേശു ക്രിസ്തു എന്നുള്ള നാമം. വീണ്ടും നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിലാണ് 72 സ്ലീഹന്മാരെ പറഞ്ഞയക്കുകയാണ്. രണ്ടുപേര് വെച്ച് ഓരോ ദേശത്തേക്കും യേശു പ്രസംഗിക്കാൻ പോകുന്നിടത്തേക്കെല്ലാം നിങ്ങൾ മുൻപേ പോകാൻ പറഞ്ഞയക്കുകയാണ്. അവർ വചനം പ്രഘോഷിച്ച് തിരിച്ചു വന്നിട്ട് ആഹ്ലാദത്തോടെ പറയുന്ന ഒരു വചനമുണ്ട്, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും തകർന്നു വീഴുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ആ ശിഷ്യന്മാർക്ക് യേശു കൊടുക്കുന്ന അനുഭവമാണ് ആ നാമത്തിൻ്റെ ശക്തി. നിന്റെ നാമം ഞങ്ങൾ ഉച്ചരിച്ചപ്പോൾ സാത്താൻ പോലും തകർന്നു വീഴുന്നത് ഞങ്ങൾ കണ്ടു. അതാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ആ നാമത്തെ അനുഭവിച്ചിട്ട് പറയുന്ന സാക്ഷ്യം അതാണ്. ഇനി നമുക്ക് യേശുവിൻ്റെ മരണത്തിന് ശേഷം എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ നാമത്തെ ആ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞത്, നമുക്കതിലേക്ക് കിടക്കാം. നമുക്കറിയാം, ചിതറിപ്പോയ ശിഷ്യന്മാരെ എല്ലാം യേശു ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഒരു സമൂഹമാക്കി അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞ് പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ശക്തമായിട്ട് യേശുവിൻ്റെ നാമത്തെയാണ് പത്രോസ് പുകഴ്ത്തുക. പത്രോസ് പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു. എന്നിട്ട് ആ പത്രോസ് പറയുകയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇതാണ് പത്രോസിൻ്റെ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടുള്ള ആദ്യ പ്രസംഗത്തിലെ ഏറ്റവും സത്യമായ ഭാഗം. ഇതാണ്, നിങ്ങൾ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ രക്ഷ പ്രാപിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാനാണ്. ആദ്യത്തെ പ്രസംഗത്തിൽ ഈ പത്രോസ് ലീഗ ജനത്തോട് പറയുന്ന ഇതാണ്, കർത്താവിൻ്റെ നാമത്തെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക, നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഇനി ആ പ്രസംഗത്തിൻ്റെ ഫലം എന്താണ്? ആ പ്രസംഗം ആദ്യത്തെ പ്രസംഗം, നിങ്ങൾ യേശുവിൻ്റെ നാമത്തെ ആ രക്ഷയ്ക്ക് വേണ്ടി പ്രഘോഷിക്കുമെന്ന് പറയുമ്പോൾ ആ ജനം വചനം പറയുകയാണ്, അവരുടെ ഹൃദയം നുറുങ്ങി. യേശുവിൻ്റെ നാമം പ്രഘോഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ജനത്തിൻ്റെ ഹൃദയം നുറുങ്ങിയിട്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ വചനം യേശു എന്നുള്ള നാമം അവരുടെ ഹൃദയത്തിൽ പതിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിന് മാറ്റം വരികയാണ്, മനസ്സാന്തരം സംഭവിക്കുകയാണ്. അവരുടെ ഹൃദയം നുറങ്ങിയിട്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ പ്രസംഗത്തിൻ്റെ ആ ഇഫക്റ്റാണ്, ആ പ്രതികരണമാണ് നമ്മളിവിടെ കാണുക. പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ കൊടുക്കുന്ന നിർദ്ദേശം, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവേ. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരാനോ ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാനോ ഒന്നുമല്ല പറയുക, ഞങ്ങൾ പറയുന്ന വചനങ്ങൾ കേൾക്കാനോ ഒന്നുമല്ല പറയുക. പത്രോസ് ലീഗ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. അപ്പോൾ ആദ്യത്തെ ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ള പ്രസംഗത്തിൽ പത്രോസ് പറയുക, കർത്താവിൻ്റെ നാമത്തെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അത് കേട്ട് ജനം ഹൃദയം നുറുങ്ങി ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറയുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവേൻ. തിരുവചനം പറയുകയാണ്, അന്ന് പത്രോസിൻ്റെ ആ ഒരു പ്രസംഗത്തിൻ്റെ ഫലമായിട്ട്, ആ പത്രോസ് നൽകിയ നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ട് 3000-ലധികം പേര് അന്ന് യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭ ആരംഭം കുറിക്കുകയാണ്. വീണ്ടും നമ്മൾ ഈ സ്ലീഹന്മാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ അപ്പസ്തോല നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുക ആദ്യത്തെ അത്ഭുതം. പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവർത്തിക്കുന്ന ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം നമ്മളവിടെ കാണുകയാണ്. അത് 9-ാം മണിക്കൂറിൽ പത്രോസ് ലീഹ പ്രാർത്ഥിക്കുവാനായിട്ട് ഇങ്ങനെ ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ
ഒരു മുടന്തനായ മനുഷ്യനെ കൊണ്ട് ആ ദേവാലയത്തിൻ്റെ മുന്നിലിരുത്തിയിരിക്കുകയാണ്. അതിലെ കടന്നു പോകുന്ന എല്ലാവരോടും യാചിക്കുവാനായിട്ട്. പത്രോസും കൂട്ടരും കടന്നു പോകുമ്പോൾ ഈ മുടന്തനായ മനുഷ്യൻ കരങ്ങൾ നീട്ടി ആ യാചനാപാത്രം കാണിച്ച് പറയുകയാണ്, വലുതും തരണമേ. പത്രോസ് ലീഗ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, സ്വർണമോ വെള്ളിയോ നിനക്ക് തരുവാൻ എൻ്റെ പക്കലില്ല, എന്നാൽ എൻ്റെ പക്കലുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഇതാണ് പത്രോസ് പറയുന്ന വചനം. സ്വർണമോ വെള്ളിയോ എനിക്ക് നിനക്ക് തരുവാനായിട്ട് എൻ്റെ കയ്യിലില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുണ്ട്, യേശുവിൻ്റെ നാമമുണ്ട്. യേശു എന്നുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. ആദ്യത്തെ അത്ഭുതത്തിന് ആ പത്രോസ് ശ്ലീഹ ഉപയോഗിക്കുന്ന ആ ശക്തിയേറിയ വചനം ഇതാണ്, യേശു എന്നുള്ള നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കുക. തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ആ മുടന്തനായ മനുഷ്യൻ കുതിച്ച് ചാടുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നിട്ടിങ്ങനെ പത്രോസിനോട് ഇങ്ങനെ ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആദ്യത്തെ അത്ഭുതം നമ്മൾ കാണുന്നുണ്ട് അവിടെ. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ അധികാരികൾ ഈ പത്രോസിനെയും കൂട്ടരെയും പെട്ടെന്ന് വിലക്കുവാണ്. അവർ വിലക്കുന്നത് ഇതാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലൊക്കെ പ്രസംഗിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ യേശുവിൻ്റെ നാമം മാത്രം പറയാൻ പാടില്ല. ഇതാണ് അധികാരികൾ ഈ പത്രോസിനോട് പറയുക. നീ അത്ഭുതം പ്രവർത്തിച്ചു, അവിടെ മുടന്തനായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു, അതൊക്കെ ശരിയാണ്, പക്ഷേ ഞങ്ങൾ അധികാരത്തിൻ്റെ പേരിൽ നിന്നോട് കൽപ്പിക്കുകയാണ്, യേശു എന്നുള്ള നാമം ഇനി മേലാൽ പറയരുത്. ആദ്യമായിട്ട് വിലക്ക് വരുന്നത് യേശുവിൻ്റെ നാമത്തിനാണ്. സഭയ്ക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ വിലക്കഥ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടപ്പെട്ട് പരിശുദ്ധമായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പെന്തക്കുസ്തായിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സഭയ്ക്ക് അധികാരികൾ നൽകുന്ന ആദ്യത്തെ വിലക്കാണ്, നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും പ്രസംഗിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ യേശുവിൻ്റെ നാമം ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല. പത്രോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ആരെ കേൾക്കണ്ടേ? നിങ്ങൾ മനുഷ്യരെ ഞങ്ങൾ കേൾക്കണോ, അത് ഉള്ളിലിരുന്ന് ഞങ്ങളുടെ അസ്ഥിയിൽ നിന്ന് കത്തുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമോ എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമമില്ലാതെ മറ്റൊരു നാമമില്ല എന്ന് പത്രോസ് അവിടെ പ്രഖ്യാപിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. തുടർന്നും നമ്മൾ ഈ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അധികാരികൾ ഇവനെ പത്രോസിനെയും കൂട്ടരെയും സംഘത്തിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തുന്നു. അവിടെ വെച്ച് പത്രോസ് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ മുടന്തനായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾ ഞങ്ങളെ ശിക്ഷിക്കുന്നതെങ്കിൽ അറിഞ്ഞുകൊള്ളുക, യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല ഈ ലോകത്തിൽ രക്ഷയ്ക്കായിട്ട്. എത്ര ധീരമായിട്ടാണ് പത്രോസ് പ്രസംഗിക്കുക, എത്ര ധീരമായിട്ടാണ് പ്രസംഗിക്കുക. അവിടെ ഈ അധികാരികൾ ഒരുമിച്ച് കൂടി എങ്ങനെയെങ്കിലും ഇവരെ നശിപ്പിക്കണമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു ഉപദേഷ്ടകൻ അവരോട് വന്ന് പറയുന്നൊരു വചനമുണ്ട്. അധികാരികളോട് പറയുകയാണ്, നോക്കുക, ഇതിനു മുമ്പും പലരും പല നാമത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ചരിത്രം നിങ്ങൾ പഠിക്കുക, യേശുവിന് മുമ്പും പലരും വന്ന് ദൈവപുത്രനാന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. അവരെല്ലാം അല്പനാൾ കഴിഞ്ഞപ്പോൾ തന്നെത്താനങ്ങ് നിന്നുപോയി. അതുകൊണ്ട് ഇവർ ദൈവത്തിൽ നിന്നല്ല മനുഷ്യരിൽ നിന്നാണ് ഇവർ പ്രസംഗിക്കുന്നതെങ്കിൽ അവർ തന്നെത്താൻ നിന്ന് പോയിക്കൊള്ളും. അതല്ല, ദൈവമാണ് ഇവരുടെ പിന്നിലെങ്കിൽ അവരെ തോൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ആ ഉപദേശം കേട്ടുകൊണ്ട് അധികാരികൾ അവരെ ഒരു 40 അടിയെ കൊടുത്തിട്ട് പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിടുമ്പോഴും പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ നാമം ഇനിമേലാൽ പ്രസംഗിക്കരുത്. അടുത്ത വചനം പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൻ്റെ പേരിൽ മർദ്ദനമേൽക്കേണ്ടി വന്നതിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പത്രോസും കൂട്ടരും അവിടെ നിന്ന് പോയെന്നാണ് പറയുക. ദൈവനാമത്തിൻ്റെ, യേശു എന്നുള്ള നാമത്തിൻ്റെ ശക്തി. ഇവിടെയാണ് പത്രോസ് ലീഹ ശക്തമായ ഭാഷയിൽ ആ സമൂഹത്തോട് പറയുകയാണ്, രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമമല്ലാതെ. പ്രിയപ്പെട്ടവരെ, ഈ വചന പ്രഘോഷണത്തിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ യേശു നമുക്ക് നൽകിയ സമ്മാനം എന്ന് പറയാൻ പറ്റും ആ നാമം, യേശു എന്നുള്ള നാമം.
നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും പിതാവായ ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞ ആ ഒരു വാഗ്ദാനം, രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശു ക്രിസ്തു എന്നുള്ള നാമം. നമുക്ക് ആ നാമത്തിൽ ആശ്രയിക്കാം. യേശുവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ അധരത്തിൽ യേശു എന്നുള്ള നാമമുണ്ടാവട്ടെ. നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ പെട്ടെന്നൊന്ന് കാല് തട്ടുകയോ അല്ലെങ്കിൽ ഇടിവെട്ട് മുഴങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചായിരുന്നു ഈശോ എന്ന് പറയും, ഈശോ എന്ന് പറയുക. ആ നാമത്തിന് ശക്തിയുണ്ട്. കാരണം ആ നാമത്തിൻ്റെ അർത്ഥം തന്നെ ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. യേശു നാമത്താൽ നമുക്ക് രക്ഷ പ്രാപിക്കാം. യേശു നാമത്തിൽ നാമും നമ്മുടെ കുടുംബവും എല്ലാം രക്ഷ പ്രാപിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശക്തമായ നാമം യേശു എന്നുള്ള നാമം, ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും സകല മുട്ടുകളും അടക്കേണ്ട നാമമെന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന നാമം യേശു എന്നുള്ള നാമം. മാനവരക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെ നാമം മാത്രമെന്ന് പത്രോസ് പ്രഘോഷിക്കുന്ന ആ നാമം നമുക്ക് ശക്തിയാകട്ടെ. ആ യേശുനാമത്തിൻ്റെ ശക്തിയാൽ നാം എപ്പോഴും തിന്മയുടെ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഉന്നതങ്ങളിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട ആ നാമത്തിൻ്റെ ശക്തി ഗ്രഹിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരണമേ. ആ നാമത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. അവസാനം ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങൾ സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന മരണസമയത്ത് ഈശോയെ, അങ്ങയുടെ നാമം ഞങ്ങളുടെ നാവിലുണ്ടാകട്ടെ. ആ നാമം കേട്ട് ഞങ്ങളുടെ കാതുകൾ സംതൃപ്തി അടയട്ടെ. ആ നാമത്താൽ തന്നെ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.